ശ്രീ പി കെ നവാസ്, വെരി ഗുഡ് ഈവനിങ്, നമസ്കാരം. എൻ്റെ ചോദ്യം സ്ട്രെയിറ്റ് ആണ്. വിജിലൻസിൻ്റെ അന്വേഷണം നടക്കുന്ന തൃശ്ശൂർ പൂരം അട്ടിമറിച്ചു എന്നതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ DGP അന്വേഷണം നടത്തുന്ന ഈ കേസിൽ ഒരു FIR-ഉം ഇട്ടിട്ടില്ലാത്ത, ഒരു മെമ്മോ പോലും കൊടുത്തിട്ടില്ലാത്ത, ഒരു ചാർജ് ഷീറ്റും നൽകിയിട്ടില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ ADGP-യിൽ നിന്ന് DGP ആയി ഉയർത്താവുന്നവരുടെ ലിസ്റ്റ് കൊടുത്തതിൽ പരിഗണിച്ചതിൽ മന്ത്രിസഭ അതിന് അംഗീകാരം നൽകിയതിൽ സാങ്കേതികമായി എന്താണ് പിഴവ്? ശ്രീ അരുൺ, ഈ വിഷയത്തിൽ വളരെ പ്രധാനമായും രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഒന്ന്, കേരളത്തിൻ്റെ DGP ആയി ഒരാൾ വന്നു എന്നല്ല, വരാനുള്ള ലിസ്റ്റ് തയ്യാറാകുന്നു. സ്വാഭാവികമായി അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയാണ്? രണ്ട് വിഭാഗങ്ങളാണ്. ഒന്ന്, കേരളത്തിലെ പൊതുജനങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട, ഓരോ മിനിറ്റിലും സെക്കൻഡിലും ഇടപെടൽ നടത്താൻ ഇടപെടേണ്ട ഒന്നാണ് കേരളത്തിൻ്റെ പോലീസ് സംവിധാനം. ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പോലീസിംഗ് സിസ്റ്റം അത്രയും പ്രധാനമാണ്. രണ്ടാമത്, മറുഭാഗത്തൊരു ഗവൺമെൻറ് സിസ്റ്റമാണ്. ഗവൺമെൻറ്റും ഇപ്പുറത്ത് കേരളവും, ഈ പറയുന്ന മലയാളിയും, ഈ രണ്ട് ഭാഗമാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ ബോധ്യം എന്താണ്? സർക്കാരിന് മുമ്പിലുള്ള രേഖ എന്താണ്? ഈ സർക്കാർ രേഖയുടെ അടിസ്ഥാനത്തിലാണല്ലോ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉണ്ടാകുന്നത്. അങ്ങനെ പരിശോധിക്കപ്പെടുമ്പോൾ പൊതുജനത്തിന് മുമ്പിലുള്ള എന്താണ്? 2022 സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തിരുന്ന MR അജിത് കുമാർ, അദ്ദേഹം വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തിരുന്നു കൊണ്ട് അവിഹിതമായി ഇടപെടൽ നടത്തി, അല്ലെങ്കിൽ നിയമപരമായി അദ്ദേഹത്തിന് വീഴ്ച പറ്റിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. അപ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ MR അജിത് കുമാർ ഒരു കുറ്റക്കാരനാണ്. എന്നാൽ ഗവൺമെന്റ് ഈ മാറ്റുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ട്രാക്കിനകത്ത് ഒരു കുത്തോ കോമയോ ഇടാതിരിക്കാൻ ഗവൺമെന്റ് ഒരു ഭാഗത്ത് വളരെ ജാഗ്രത പാലിച്ചു വന്നത് ഈ സമയത്ത് നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത്, ജനങ്ങൾക്ക് മുമ്പിൽ ADGP സ്ഥാനത്ത് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്തിരുന്ന MR അജിത് കുമാറിനെ, നമുക്കറിയാം കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായ വലിയ വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ ADGP സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റുന്നു. ജനങ്ങൾക്ക് മുമ്പിൽ കളങ്കിതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ പറയുന്ന MR അജിത് കുമാർ. എന്നാൽ ആ മാറ്റപ്പെടുന്ന സമയത്ത് ഈ പറയുന്ന രേഖകൾക്കകത്ത്, അദ്ദേഹത്തിന് ട്രാക്കിനകത്ത് ഒരു കുത്തോ കോമയോ വരാതിരിക്കാൻ ഗവൺമെന്റ് ബോധപൂർവമായ ശ്രമം നടത്തി. ഈ ശ്രമങ്ങൾ നടത്തി. ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? അദ്ദേഹത്തിനെതിരെ കരിപ്പൂർ എയർപോർട്ടിലെ സ്വർണ്ണ പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ സ്വർണ്ണ പൊട്ടിക്കൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് പൊതുജനം വിശ്വസിക്കുന്നു. തെളിവുണ്ടോ ഇല്ലയോ പറയേണ്ടത് സർക്കാരാണ്. എന്നൊക്കെ പറയണമെങ്കിൽ നമുക്ക് വിശ്വാസയോഗ്യമായ റിപ്പോർട്ടുകൾ വേണം. ഒരു റിപ്പോർട്ടും ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇല്ല. എന്റെ ചോദ്യം ഇതാണ്, സീനിയോറിറ്റിയുടെ കൂടി അടിസ്ഥാനത്തിലാണല്ലോ ഈ DGP ആയിട്ടുള്ള പ്രൊമോഷൻ തീരുമാനിക്കുക. അതിൽ വിശ്വസിക്കുന്നു, ജനങ്ങൾ കരുതുന്നു, കളങ്കിതനല്ലേ, ആരോപണങ്ങളുണ്ട്. ഇത് ഏതെങ്കിലും സ്ക്രീനിംഗ് കമ്മിറ്റി ഏതെങ്കിലും ഘട്ടത്തിൽ പരിഗണിക്കാൻ കഴിയുമോ? ഏതു ചട്ടപ്രകാരമാണ് അദ്ദേഹത്തെ പരിഗണിക്കാതിരിക്കേണ്ടത്? ഞാൻ അതിലേക്ക് പൂർത്തീകരിക്കാം. എൻ്റെ വാദം പൂർത്തീകരിക്കാൻ ശരൺകുമാർ സമ്മതിക്കൂ. രണ്ടാമത്, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൽ അദ്ദേഹം കണ്ടിട്ടുള്ള RSS നേതാക്കന്മാരെ കൂടിക്കാഴ്ചയാണ്. അത് ഗവൺമെൻറ് പോലും അംഗീകരിച്ചതാണ്. ഗവൺമെൻറ് ഭരണകക്ഷി അംഗങ്ങൾ പോലും അംഗീകരിച്ചതാണ്. അനധികൃത സ്വത്ത് സമ്പാദനമാണ്. ഞാൻ പറയുന്നത്, ഒരു ഭാഗത്ത് ജനങ്ങൾക്ക് മുമ്പിൽ ഇദ്ദേഹം കൃത്യമായി കളങ്കിതനാണ് എന്ന ബോധ്യവും, ആ ജനങ്ങൾക്ക് മുമ്പിൽ കളങ്കിതനാണ് എന്ന കാരണത്താൽ 2 തവണ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്ന് ഗവൺമെൻറ് തന്നെ മാറ്റി നിർത്തപ്പെട്ട ഒരാൾ. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്ക്രീനിംഗ് കമ്മിറ്റി പരിശോധിച്ച അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിനകത്ത് ഒരു തരത്തിലുള്ള ഈ മാറ്റി നിർത്തപ്പെട്ടതിന്റെ മെമ്മോയോ FIR കൊണ്ട് നിലവിൽ താങ്കൾ പറയൂ, ഏത് ചട്ടപ്രകാരം മെമ്മോ കൊടുക്കും? അല്ല, ഞാൻ അതാ പറയുന്നത്. ഞാൻ പൂർത്തീകരിക്കട്ടെ. ഞാൻ മെമ്മോ കൊടുക്കാനുള്ള അവസരം ഉണ്ടല്ലോ. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് സ്ഥാനത്ത് അദ്ദേഹം മാറ്റുമ്പോൾ അദ്ദേഹത്തിന്റെ ട്രാക്കിൽ എവിടെയാണ് വിളിച്ചു എന്നുള്ളതാണല്ലോ. ഒരാളെ വിളിച്ചു എന്നതിന്റെ പേരിൽ മെമ്മോ കൊടുക്കാൻ പറ്റൂ? അല്ല, ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഞാൻ പറഞ്ഞ ഇതൊക്കെ രേഖാമൂലം എവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു? ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ആരോപണമുണ്ട്, ആരോപണത്തിൽ അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണം പൂർത്തീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് വരേണ്ടതല്ലേ? ഇത്രയും സുദീർഘമായ റിപ്പോർട്ടുകൾ വരുന്നില്ല. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത്, എനിക്ക് എൻ്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാൻ, ഒരു ഭാഗത്ത് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിശ്വാസം, മറുഭാഗത്ത് സ്ക്രീൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം പൂർണ്ണമായും അതിന് യോഗ്യനാണ് എന്ന വാദം ഒരു ഭാഗത്ത് വരുന്നു. അത് ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ കാര്യമാകട്ടെ, ജനങ്ങളുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കലായ ഒരു കാര്യമുണ്ട്. അതാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഒരു പക്ഷേ സ്ക്രീനിംഗ് കമ്മിറ്റി റിപ്പോർട്ടിൽ അദ്ദേഹത്തിന് വരാം. അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ച് ഗവൺമെന്റിന്റെ വ്യവസ്ഥാപിതമായ നിയമസംഹിതകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ആ ലിസ്റ്റിൽ ഉൾപ്പെടാം. എന്നാൽ മന്ത്രിസഭ അംഗീകരിക്കുമ്പോൾ അവിടെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷന്റെ കാര്യമുണ്ട്. പരിശോധിക്കുമ്പോൾ ഈ മന്ത്രിസഭയ്ക്ക് ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും?
അല്ല, ഞാൻ പറയുന്നത് ഈ സ്ക്രീനിംഗ് കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ട് അയാളെ നാളെ DGP ആക്കാൻ വേണ്ടി പോകുകയല്ലോ. ഈ ഗവൺമെന്റ് തുറന്ന് പറയണം, സ്ക്രീനിംഗ് കമ്മിറ്റി റിപ്പോർട്ട് സാങ്കേതികമാണെങ്കിൽ ഇദ്ദേഹത്തിന് അടുത്ത് കുറ്റമുണ്ട്, ഇദ്ദേഹത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ട്, ഞങ്ങൾ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ADGP സ്ഥാനത്ത് ഞങ്ങൾ മാറ്റി നിർത്തിയത്. അതുകൊണ്ടാണ് രാഷ്ട്രീയമായി ഞാൻ പറയുന്നത് അരുൺകുമാർ, ഞാൻ പറയുന്നത് രാഷ്ട്രീയമായി സംസാരിക്കണം. ശരിയാണോ? ഞാൻ പറയാം, പ്രമോഷനെ തടയണോ വേണ്ടയോ എന്നത് രണ്ടാമത്തെ കാര്യമാണ്. നമുക്ക് ആരോപണം ഉന്നയിക്കാം, ചർച്ച ചെയ്യാം, നമുക്ക് അങ്ങനെയൊക്കെ വിശ്വസിക്കാം. രാഷ്ട്രീയമായി ഇടപെടൽ വേണമെന്നാണോ മുസ്ലിം ലീഗിന്റെ വാദം? അത് ശരിയായ വാദമാണോ? അല്ല, തെറ്റ് ചെയ്തു എന്ന ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹം തടയപ്പെടണം. അപ്പൊ അന്വേഷണത്തിന് പൂർത്തീകരണം ഉണ്ടാകണം, അന്വേഷണം പൂർത്തീകരിക്കപ്പെടണം. അരുൺകുമാർ, അന്വേഷണം പൂർത്തീകരിക്കണം. അതെ, അതിന് സമയമുണ്ടല്ലോ. 2026-ലാണല്ലോ അദ്ദേഹത്തെ DGP ആക്കുക. അതിനിടയ്ക്ക് റിപ്പോർട്ട് വരുമ്പോൾ അതിൽ കളങ്കിതരാണെങ്കിൽ അദ്ദേഹം DGP ആവില്ലല്ലോ പി കെ നവാസ്. പിന്നെന്തിനാണ് ഈ പുകില്? ലോക പോലീസിംഗ് സംവിധാനത്തിൽ അത്യപൂർവമായ ഒരു കാഴ്ചക്ക് കേരളം സാക്ഷ്യം വഹിക്കും. ഏതാണെന്നറിയോ? ത്രിതല അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ഈ അന്വേഷണ റിപ്പോർട്ട് വന്നില്ലെന്ന് വെക്കുക, എന്നിട്ട് അന്വേഷണ റിപ്പോർട്ട് വൈകിയെന്ന് വെക്കുക. 2020 DGP ആയതിനു ശേഷം അന്വേഷണ റിപ്പോർട്ട് വരുന്നെങ്കിൽ DGP അന്വേഷണ ഉത്തരവിട്ട ആ വ്യക്തി തന്നെ DGP കസാലിരിക്കുമ്പോൾ ഒരു അന്വേഷണ റിപ്പോർട്ട് വരണം. അല്ലെങ്കിൽ DGP ആകാൻ സാധ്യത Debate with Dr. Arun Kumar.